ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ പുതിയ യാത്രാ നിയമങ്ങൾ നിലവിൽ വരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാന പാതയിൽ ഇറാൻ ഏർപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണങ്ങൾ ഭൗമരാഷ്ട്രീയമായും സാമ്പത്തികമായും വലിയ പ്രാധാന്യമർഹിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഒരു ചെറിയ ആശ്വാസകിരണമായിട്ടാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിനെ ലോകം കാണുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപം കൊണ്ട ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹോർമുസ് കടലിടുക്കിനായുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. ഇതിന്റെ ഭാഗമായി IRGC പുറപ്പെടുവിച്ച പുതിയ നാവിഗേഷൻ മാർഗനിർദ്ദേശങ്ങൾ സമുദ്ര വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. സമുദ്ര മൈനുകളുടെ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ പുതിയ യാത്രാ ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായി പാതയൊരുക്കുക എന്നതാണ് ഇതിന്റെ ഔദ്യോഗികമായ ലക്ഷ്യമെങ്കിലും കടലിടുക്കിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള നീക്കമായും ഇതിനെ കാണാം. പുതിയ നിർദ്ദേശപ്രകാരം ലറാഖ് ദ്വീപിനെ കേന്ദ്രീകരിച്ചാണ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. ഒമാൻ കടലിൽ നിന്നും പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് ലറാഖ് ദ്വീപിന്റെ വടക്കു ഭാഗത്തുകൂടിയുള്ള പാത പിന്തുടരണം. ഗൾഫിൽ നിന്ന് എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളുമായും പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ ദ്വീപിന്റെ തെക്ക് ഭാഗത്തുകൂടിയുള്ള പ്രത്യേക ഇടനാഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ. ഈ ഇടനാഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇറാനിൽ നാവികസേനയുമായി നിരന്തരം ബന്ധപ്പെടുമെന്ന വ്യവസ്ഥ കപ്പലുകളുടെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ ഇറാൻ അവസരമൊരുക്കുന്നു. ഏപ്രിൽ 8 പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ കരാർ പശ്ചിമേഷ്യയെ വലിയൊരു യുദ്ധത്തിൽ നിന്നും താൽക്കാലികമായെങ്കിലും മാറ്റി നിർത്തിയിരിക്കുകയാണ്. കരാർ പ്രകാരം ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ നിന്ന് അമേരിക്കയും ഇസ്രയേലും താൽക്കാലികമായി പിന്മാറും.